ഏലിയാസ് ലീവാക്കാലം 4-ാം ഞായർ മത്തായി 11:25-30. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പാശ്ചാത്തലം ലൂക്ക 10:20 കാണാം. കൊയ്ത്തിൻ്റെ നാഥനായ പിതാവാണ് 72 ശിഷ്യന്മാർക്ക് വലിയൊരു വിളവെടുപ്പ് നൽകിയത്. വിളഞ്ഞുകിടക്കുന്ന വയലുകളിലേക്കാണ് അവർ അയക്കപ്പെട്ടത്. വലിയ സന്തോഷത്തോടെയാണ് അവരുടെ ദൗത്യം പൂർത്തിയാക്കി അവർ ഗ്രാമങ്ങളിൽ നിന്നും തിരിച്ചു വന്നത്. കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് ചെയ്യാൻ സാധിച്ച അതിശയകരമായ കാര്യങ്ങളെക്കുറിച്ച് വലിയ സന്തോഷത്തോടെ അവർ കർത്താവിന് റിപ്പോർട്ട് നൽകി. അവർക്ക് സന്തോഷിക്കുവാനുള്ള അടിസ്ഥാനപരമായ കാരണം അവിടുന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ അവിടുന്ന് പങ്കുചേരുകയാണ്. നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അതിൻ്റെ പാശ്ചാത്തലത്തിലാണ് ഈശോ സന്തോഷത്തോടെ ഉദ്ഘോഷിച്ചത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകമതികളിൽ നിന്ന് മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്ന വെളിപാട്. സ്വർഗത്തിലാണ് എല്ലാം പരിപാലിച്ച് നയിക്കുന്ന പിതാവ് വസിക്കുന്നത്. ഇവിടെ ഒരു താരതമ്യം നമ്മൾ കാണുന്നു. ബുദ്ധിമാന്മാരും വിവേകമതികളും ഒരു വശത്ത്, സംസാരശേഷിയുടെ പ്രായം പോലും എത്താത്ത ശിശുക്കൾ മറുവശത്ത്. ശിശുക്കളുടെ സന്തോഷം ആന്തരികവും സ്വർഗീയവുമാണ്. ഒരു കുഞ്ഞിനറിയാവുന്നത് സ്വർഗീയമായവയാണ് എന്ന് പറയാം. അവിടെ നിന്നും അവർ ഈ ലോകത്തിലേക്ക് വന്നിട്ട് അധിക നാളായില്ലല്ലോ. സ്വർഗത്തിൻ്റെ ഓർമ്മ കൊണ്ടാണ് അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ മുഖപ്രസാദമാണ് അവരുടേതു. അതാണ് അവരിലൂടെ വെളിപ്പെടുന്നത്. ബുദ്ധിയും ബുദ്ധിപൂർവമായ പ്ലാനിങ്ങും നല്ലതാണെങ്കിലും അത് വ്യക്തിപരവും മാനസികവുമായ നേട്ടത്തിൻ്റെ അച്ചീവ്മെൻറ്റ് മേഖലയാണ്. എന്നാൽ ഒരു ശിശുവിൻ്റേത് പിതാവിൻ്റെ മുഖപ്രസാദമായ അനുഗ്രഹമാണ്. മുഖപ്രസാദം എന്ന് പറയുമ്പോൾ നമ്മൾ ധ്യാന വിഷയം ആക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ മുഖഛായയാണ് ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് തെളിയുന്നത്. അത് സ്വർഗത്തിൻ്റേതാണ്. കാരണം ദൈവ സാന്നിധ്യമാണ് ഒരിടത്തെ അല്ലെങ്കിൽ ഒരവസ്ഥയെ സ്വർഗീയമാക്കുന്നത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ എന്ന അഭിസംബോധനയിൽ കർത്താവിൻ്റെ സ്തുതിപ്പിൻ്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. പിതാവിൻ്റെ മുഖം നേരിട്ട് കണ്ടിട്ടുള്ള ഏക വ്യക്തി ഈശോയാണ് എന്ന് അവിടുന്ന് കൂട്ടിച്ചേർക്കുകയാണിവിടെ. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും കാണുന്നില്ല. മാംസം ധരിച്ച വചനം നിത്യതയിൽ ദർശിച്ച മുഖമാണ് പിതാവിൻ്റേത്. മനുഷ്യനായി തീർന്നവൻ്റെ ഭാഷയിലാണ് പുത്രൻ എന്ന വാക്ക് ഇത്ര പ്രസക്തിയുള്ളത്. നിത്യതയിൽ ആ പേരിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. മനുഷ്യർക്ക് മനസ്സിലാക്ക കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പിതാവ് എന്ന സ്നേഹനിർഭരവും സ്നേഹ മസൃണവുമായ ഒരു പേര് അവിടുന്ന് നൽകുന്നത്. അവിടുന്ന് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. പിതാവുമായുള്ള അവിഭാജ്യമായ അടുപ്പമാണ് അവിടുന്ന് തൻ്റെ പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് പിതാവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ടാണ് അവിടുത്തോട് സംസാരിക്കുന്നത്. അതുപോലെയാണ് ഒരു ശിശു തൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അനുഭവിക്കുന്നത്. ഈ അവാച്യമായ അറിവാണ് പിതാവ് ഒരു ശിശുവിനെ വെളിപ്പെടുത്തുന്നതും നൽകുന്നതും. ഈ അറിവാകട്ടെ ബുദ്ധിമാന്മാർക്കും വിവേകമതികൾക്കും, അതായത് സ്വയം വിജ്ഞാനം തേടുന്നവർക്കും നേടുന്നവർക്കും നേടാൻ സാധിക്കാത്ത ഒരറിവാണ്. എന്താണ് ഈ അറിവ്? എവിടെയും ജീവൻ്റെ സമൃദ്ധിയും നിറവും തികവും വെളിപ്പെടുത്തുന്ന അറിവാണത്. ഇറ്റ് ഈസ് എ ടോട്ടൽ ബ്ലിസ്, അതായത് പരമാനന്ദം അല്ലെങ്കിൽ നിർവൃതി. നമുക്ക് ഇല്ലാത്തതിനാൽ അതെന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഈശോ അതൊരു ശിശുവിൽ കാണുന്നു. ഒരു ശിശുവിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ശിശുവിനെ കാണുന്നത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. കുഞ്ഞിൻ്റെ മുഖച്ഛായ അവൻ്റെ അപ്പൻ്റെയോ അമ്മയുടെയോ അതുമല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ ഓഫ് ഗ്രാൻഡ് പാരൻസ് എന്നൊക്കെ കണ്ടെത്താവാനുള്ള നോട്ടമാണ് നമ്മുടേത്. പിതാവായ ദൈവത്തിൻ്റെ മുഖച്ഛായ നമ്മൾ ആ മുഖത്ത് നോക്കി കാണുന്നില്ല. സ്വർഗത്തിലെ പ്രകാശം അവിടെ തെളിയുന്നതായി നമ്മൾ കാണുന്നില്ല. ആ കുഞ്ഞ് ബാഹ്യമായ പ്രകാശത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് നമ്മൾ കരുതുന്നു. ഈ കാഴ്ചപ്പാടാണ് നമ്മളെ വിഡ്ഢികളായ ബുദ്ധിമാന്മാരും അവിവേകികളായി തീർന്ന വിവേകമതികളുമാക്കി തീർക്കുന്നത്. കർത്താവിൻ്റെ തന്നെ വാക്കുകളുടെ ആധാരമാക്കിയാണ് ഞാൻ ഇതെല്ലാം ഇവിടെ പറയുന്നത്. തുടർന്നുള്ള സുവിശേഷ ഭാഗത്ത് കർത്താവ് ഈശോ തൻ്റെ ആന്തരികതയുടെ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. അതുവഴി അവിടുന്ന് പിതാവിൻ്റെ പുത്രനാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. അതായത് ഒരു ശിശുവിൻ്റേതായ എല്ലാ പവിത്രതയും നിലനിർത്തുന്ന പുത്രൻ്റെ ആത്മാവിഷ്കാരമാണ് അവിടുത്തേത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്.
ഈ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഹൃദയത്തിൻ്റെ ഭാവങ്ങളാണ് ശാന്തതയും വിനയവും. ശാന്തത എന്നത് ഹൃദയത്തിൻ്റെ സന്തുലിതാവസ്ഥയാണ്. എല്ലാ മാനസികാവസ്ഥകളെയും ഒന്നിൽ സമന്വയിപ്പിക്കുന്ന മനോഭാവമാണ് ശാന്തത, ട്രാൻക്വിലിറ്റി. അതിൽ ഒരു താളൽ ആത്മകത്വം, ഹാർമണി ഉണ്ട്. എന്തിനെയെല്ലാം ആരെയെല്ലാം കണ്ടുകൊണ്ടാണ് അവയുമായും അവരുമായും അവിടുന്ന് സ്വയം താരതമ്യപ്പെടുത്തി വിനയാന്വിതനാകുന്നത്? അവിടുത്തെ വിനയം ഒരു പുണ്യമാണോ? അവിടുത്തെ ജീവിതത്തിൽ എളിമപ്പെടാൻ ഒന്നുമുണ്ടായിരുന്നില്ല. പിതാവുമായുള്ള വിധേയത്വം മാത്രമായിരുന്നു അവിടുത്തെ വിനയത്തിൻ്റെ അടിസ്ഥാനം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യമാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഫിലിപ്പി 2:6-8. പൗലോസ്ലീഹായുടെ ആത്മീയ ദർശനത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ വാക്കുകൾ. താൻ എളിമയും ശാന്തതയുമുള്ളവനാണ് എന്ന കർത്താവിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് പൗലോസ്ലീഹ രക്ഷാകര രഹസ്യത്തിൻ്റെ വിശദീകരണത്തിലൂടെ നമുക്ക് നൽകുന്നത്. തന്നിൽ വിശ്വാസവും പ്രത്യാശയും അർപ്പിക്കുന്നവർക്ക് ആശ്വാസം നൽകുമെന്നാണ് അവിടുന്ന് പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. തൻ്റെ കുരിശിൻ്റെ ഭാരത്തോളം ഇല്ല താൻ അവരുടെ മേൽ വയ്ക്കുന്ന സേവനത്തിൻ്റെ നുകത്തിന് എന്ന് അവിടുന്ന് പ്രതീകാത്മകമായ ഭാഷയിൽ പറയുകയാണ്. എൻ്റെ നുകം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഭാരം വഹിക്കുന്ന മൃഗത്തിൻ്റെ തോളിലാണ് നുകം വയ്ക്കപ്പെടുന്നത്. കർത്താവിൻ്റെ ഇരുകരങ്ങളാണ് തന്നോടൊപ്പം ജീവിതത്തിൻ്റെ കുരിശും വഹിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവരുടെ തോളിൽ വെച്ച് അവിടുന്ന് ഒപ്പം നീങ്ങുന്നത്. അവിടുത്തെ കരങ്ങളുടെ ഭാരമേ അവിടുന്ന് അവരുടെ തോളിൽ വയ്ക്കുന്നുള്ളൂ. തോളോട് തോൾ ചേർന്നാണ് അവിടുന്ന് നടക്കുന്നത്. നമ്മുടെ യാത്രയ്ക്ക് കൂട്ടായി അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ നുകമാണ് അവിടുന്ന് നമ്മുടെ തോളിൽ വെച്ച് നമ്മെ ഒപ്പം നിർത്തുന്നത് എന്ന് ഭാവനാപൂർവ്വം നുകം വയ്ക്കപ്പെടുന്ന നമ്മളുടെ ശിഷ്യത്വത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം. നുകം വയ്ക്കപ്പെടുന്ന ശിഷ്യത്വം ചലിക്കുന്ന ഒരു പഠന കളരി കൂടിയാണ്. അവിടുത്തോടൊപ്പമുള്ള യാത്രയിലാണ് അവിടുന്ന് നമുക്ക് അടിസ്ഥാനപരമായ അറിവും ഉൾക്കാഴ്ചയും നൽകുന്നത്. എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ എന്നാണ് അവിടുന്ന് തുടർന്ന് നമ്മോട് പറയുന്നത്. ജീവിതത്തിൻ്റെ വഴിയെക്കുറിച്ചും കുരിശിൻ്റെ അവസ്ഥ വരെയുള്ള താഴ്ന്നിറങ്ങലിനെക്കുറിച്ചും ഒപ്പം നടന്ന് ആശ്വാസം പകരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുമുള്ള പഠനമാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത്. ഒപ്പം നടക്കുമ്പോൾ ഇരുവശങ്ങളിലും ഉള്ളവരുടെ മുഖത്തേക്കും അവിടുന്ന് മാറി മാറി നോക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുവാനായി തൻ്റെ മുഖപ്രസാദം അവർക്ക് നൽകുവാനായി. എത്ര ധ്യാനിച്ചാലും മതിയാകാത്ത ഉൾക്കാഴ്ചകൾ കർത്താവിൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലെ മറച്ചുവെക്കാത്ത അവിടുത്തെ ആന്തരിക സന്തോഷത്തെ, അവിടുത്തെ പ്രാർത്ഥനയെ, കരുണയുടെ വാക്കുകളെ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരടുപ്പം നമുക്ക് അവിടുത്തോട് തോന്നുന്നില്ലേ? നമ്മുടെ നേട്ടങ്ങളിൽ അവിടുന്ന് നമ്മോടൊപ്പം സന്തോഷിക്കുന്നു. അതൊരു ദൈവികമായ വെളിപ്പെടുത്തലാകുന്നു. അതൊരു പ്രാർത്ഥനയാകുന്നു. അതൊരു ആശ്വസിപ്പിക്കലാകുന്നു. അവസാനം അതൊരു അധ്യയനമാകുന്നു. എല്ലാം പൂർത്തിയാകുന്നത് അവിടുത്തെ ഹൃദയത്തിൻ്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. എളിമയും ശാന്തതയും കരുണയും ഉള്ള ഹൃദയമാണ് അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. അവിടുത്തെ എല്ലാം വ്യക്തമാക്കുവാൻ ഒരു ശിശുവിനെ നമുക്ക് ദർശന വിഷയം ആക്കുകയാണ്. ആ കുഞ്ഞിലാണ്, അതിൻ്റെ മുഖത്താണ് പിതാവിൻ്റെ മുഖച്ഛായ തെളിഞ്ഞു വരുന്നത്. അവന് അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കുന്ന വെളിപാടിലെ ഉൾക്കാഴ്ചയാണ് പഠന വിഷയമായി അവിടുന്ന് നമുക്ക് നൽകുന്നത്. പുതുതായി നേടിയെടുക്കാവുന്ന ഒരു ശൈശവത്തിലേക്കും നിഷ്കളങ്കതയിലേക്കും പരിശുദ്ധിയിലേക്കും ആണ് അവിടുന്ന് നമ്മെ നയിക്കുന്നത്. നമ്മുടെ തോളുകളിൽ കൈവച്ച് ഒപ്പം നടക്കുന്ന ഈശോയെ നമുക്ക് കൂടുതൽ അടുത്തറിയുവാൻ പരിശ്രമിക്കാം. ഈ ടെക്സ്റ്റ് മനോഹരമായി നറേറ്റ് ചെയ്ത ആൽനമോൾക്ക് എൻ്റെ പ്രത്യേക നന്ദി. നിങ്ങളേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ ഞായറാഴ്ചയുടെ ആശംസകൾ. ജെയിംസ് പുറത്തേലച്ചൻ.